നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലീഫ് ഡ്രോപ്പ് ഓഫ് വിത്ത് Z വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും നമ്മുടെ പുറകിലിരിക്കണ ഏറ്റവും വലിയ ബിൽഡിങ് ഏതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് അയൺ. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് അയൺ ഫാം ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇത് ഞാൻ അയൺ ഫാം ആക്കിയെടുക്കാൻ പോവാണ്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഗൈസ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഐലൻഡിൻ്റെ തൊട്ട് ഇവിടെയാണ്. നമുക്ക് വേഗം പോയിട്ട് മറ്റേ ഇതെടുത്തുകൊണ്ട് വരാം. ഇതിൻ്റെ ടൂൾസും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. അയൺകോലത്തിൻ്റെ സ്പോണൊക്കെ എൻ്റെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് മോൺസ്റ്റർ സ്പോണർ വെച്ചിട്ടുള്ള കളിയാണ്. ഇവനെ ആരുടെ കൊന്ന് ഇങ്ങനെയാക്കി വെച്ചേക്കണേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ബെഡ് ഉണ്ടായിരുന്നു, ഞാൻ കാര്യം മറന്നുപോയി. ശുഭദിനം. നമ്മളിതാ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മിണ്ടാടിക്കടാ, നല്ല ലാഗ് ഉണ്ട്. ഇതാരെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചേക്കണ്. സ്ട്രോങ് ഹോൾഡ് കൊറിഡർ. ഇവിടെ അതോ ഇരിക്കാണ് അയൺകോലത്തിൻ്റെ സ്പോൺ എഗ്. നമ്മുടെ കയ്യിൽ കുറേ അയണുണ്ട് ഇല്ലേ, ഞാൻ മറന്നുപോയി. ഒരുപാട് അയണിരിക്കുന്നുണ്ട്. പിന്നെ മോൺസ്റ്റർ സ്പോണർ 4 എണ്ണമൊന്നും വേണ്ട, ഒരെണ്ണം മതി. അതും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തത് ചേഞ്ച്ഡ് സ്കിന്നാ നീ അതിൻ്റെ സ്കിന്ന് മാറ്റിയാടാ. എൻ്റർപ്പേൾ ഇരിക്കട്ട്, നമുക്ക് മോളിക്കെല്ലാം എടുക്കട്ടോ. ഇതാണോ നിൻ്റെ സ്കിന്ന്? ഇത് മറ്റേ സ്കിന്നല്ലേ. ഇനിയൊന്നും എടുക്കാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, നമുക്കെല്ലാം കിട്ടി ഗൈസ് എന്ന് ഞാൻ പറയാൻ വരട്ടെ. നമ്മൾ ബക്കറ്റ് എടുത്തില്ല. ബക്കറ്റ് ഓഫ് ലാവയും വേണം. ഇതെന്തത് ബീക്കണാ? ബീക്കൺ ഉണ്ടാക്കാച്ചു. നമുക്കാദ്യം കുറച്ച് അയൺ എടുക്കണം. അയൺ എവിടെ ഇരുന്നത്? എന്തത്? ബ്ലോക്ക് ഓഫ് അയൺ. ഇത് മാത്രം എടുത്താൽ പിന്നെ നമുക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഇതും കൂടി എടുത്തേക്കാം. ഓടിക്കോ. ഇനിയും വേണം. സ്പോണർ എടുത്തോ. എടുക്ക്. എനിക്ക് ആരുണ്ടാ? ചെസ്റ്റ് വെച്ചോ, സ്റ്റോറേജ് കൊണ്ട് വെച്ചോ. നമുക്ക് പെട്ടെന്ന് പോവാം. പെട്ടെന്ന് ഇരിക്കുന്നു നമ്മുടെ ബിൽഡിങ്. നമുക്ക് പെട്ടെന്ന് പോവാം. ബിൽഡിംഗ് അല്ല, അയൺ ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് വില്ലേജേഴ്സിൻ്റെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് വളരെ കൂളായി നമുക്ക് കാറ്റ്. ആദ്യം ബ്രെഡ് ചെയ്ത് മുകളിൽ പോകണം. എന്നിട്ട് നമ്മുടെ കയ്യിരിക്കണ മോൺസ്റ്റർ സ്പോണർ എടുത്ത് ഇവിടെ വെക്കുക. താഴത്തേക്ക് പോവാം. നമ്മൾ ആകെ ഒരൊറ്റ മോൺസ്റ്റർ സ്പോണർ വെക്കണമല്ലോ, അതാണ് നമുക്കിപ്പോൾ ആവശ്യം. നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ബാക്കി പരിപാടി ചെയ്യാം. ഗൈസ്, 3 ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യുക, 2 ബക്കറ്റ് വെള്ളം. 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ബക്കറ്റ് ലാവയാണ് വേണ്ടത്. ലാവ കുറേ വേണം നമുക്കത്. ബ്ലാക്ക് സ്മിത്ത് പോയി എടുക്കേണ്ടി വരും. എടാ സിതുവാ, ബ്ലാക്ക് സ്മിത്തിൻ്റെ അവിടെ ലാവയില്ലേ, അതെടുത്തോണ്ട് വരുമോ? ബ്ലാക്ക് സ്മിത്ത് ഹൗസ്. എന്നാ ഇത് വെള്ളം അങ്ങനെ കളഞ്ഞിട്ട് എടുത്തിട്ട് വെള്ളത്തിന്റെ ആവശ്യമില്ലടേ. അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാല. പെട്ടെന്ന് വാടാ. ഗൈസ്, നമുക്കിവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 2 വാട്ടർ ഇവിടെ ആയിട്ട് ഒഴിക്കുക. ഇത് ഇവിടെ തന്നെ നിന്നാ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കുഴിക്കാം. ഉണ്ടെങ്കിൽ ശരി. അവിടെ ഞാൻ അങ്ങോട്ട് പോവാൻ വരാനും വയ്യ. എവിടെ എടാ? ഇതുപോലെയാടാ അടിച്ച ചേക്കടേ.
ബാക്കിയൊക്കെ കോബിൾ സ്റ്റോൺ ഉണ്ട്. പിന്നെ ഇത് കോബിൾ സ്റ്റോൺ കൊണ്ട് മാത്രം ഉണ്ടാക്കാം. കോബിൾ സ്റ്റോണിൻ്റെ ഉണ്ടാക്കണം, സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കണം. അല്ലാണ്ടുള്ള എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇത്രയും വലിയ സ്റ്റോണൊക്കെ കളഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ല. ഇത്രയും വരെ വാട്ടർ വരുള്ളൂ ഞാൻ അറിഞ്ഞില്ല ഗൈസ്. നമ്മളോട് ആരും പറഞ്ഞില്ല ഗൈസ്. ഇന്ന ബ്ലോക്ക് വരെ വാട്ടർ വരൂ. ഇതാണ് അയേൺ കളക്ടിങ് ഏരിയ. അതിന് നമ്മൾ ഒന്നും കൂടി മിക്കവാറും വീട്ടിൽ പോകേണ്ടി വരും. നമുക്ക് ലാഡറൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇതുവരെ നിർത്തിയില്ലേ ഇത്? നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടാലും മതി. ഓക്കെ, നമുക്ക് നേരെ പിന്നെയും വീട്ടിൽ പോവാം. കുറച്ചും കൂടി ലാവ് എടുത്തിട്ടും പിന്നെ ലാവ് എടുത്തിട്ട് വരണം. പിന്നെ കുറച്ച് ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്യണം. അങ്ങനെ കുറേ പണിയുണ്ട് ഗെയ്സ്. ഇതുവിൻ്റെ പണിയാണ് ഗെയ്സ് ഇത്. എൻ്റെ പൊന്നെ, വല്ല ഫയർ ആസ്പെക്റ്റുള്ള കൊണ്ട് തൊടണം. എന്നിട്ട് ഇത് മൊത്തം പിടിത്തെറിക്കണം. വല്ല പണിയും ഉണ്ടോടാ അതിനൊക്കെ? നീ എന്തിനാടാ ഇതൊക്കെ? എടാ ഉപകാരം ഇല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കലടാ. സിധുവിന് എലേറ്റർ കിട്ടി ഗൈസ്. നമുക്ക് ഒന്ന് എലേറ്റർ ഒപ്പിക്കണം. എപ്പിസോഡിന്റെ അവസാനം നമ്മൾ എലേറ്റർ ഒപ്പിക്കുന്നതായിരിക്കും ഗൈസ്. ഭയങ്കര ലാഗ്. കൊന്നാല സുപ്രഭാതം. സിധു പറക്കടാ പറക്കടാ. എന്താ ചെയ്യടേ? 3, 2, 1 ഗോ ഗൈസ്. സിധു ഈസ് ഇൻ ഡയർ. എങ്ങനെ ഇരിക്കണ് ഗൈസ്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഹോപ്പർ ഉണ്ടാക്കണം. ഇവിടെ ഹോപ്പർ 6 പോരാ. അയേണ് തീർന്നു. ഓനോ, ഒന്നും കൂടി ബേസിൽ പോകണമല്ലോ. ഇനി ഞാൻ ഇത് പറഞ്ഞുതരാം. നമ്മുടെ ചെസ്റ്റ് എടുക്കാം. എടുത്ത് ഇവിടെ ഇങ്ങനെ 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 വെക്കാം. ഇവിടെ വെള്ളം ഇല്ലാന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഹോപ്പറുകൾ ചെസ്റ്റുമായി കണക്ട് ചെയ്യാം. ഇങ്ങനെ 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 ഒരു ഇഞ്ചി ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഇവിടെ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കി നമുക്ക് 6 കൂടി മതിയെന്ന് തോന്നുന്നു. 6 മതി. പെട്ടെന്ന് അയൺ ബ്ലോക്ക് ഞാൻ അവിടെ വെച്ച് മറന്നു. അത് എടുത്ത് തരാം. ഗോ ദഡ്ജി ഗോ. ഗൈസ്, നമ്മളൊന്നും നോക്കിയില്ല ഗൈസ്. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. നമ്മള് മൊത്തം ഉണ്ടായിരുന്ന അയ്യാണ് മൊത്തം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഏത് സൈലൻസാ? ഓ ഗൈസ്, ഇതിന് സൈലൻസാർ മാത്രം കിട്ടി എന്നാണ് അവൻ പറയുന്നു. ശരി. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതും കൂടി അങ്ങ് വെക്കണം. ഇനിയാണ് ഏറ്റവും വലിയ പണി. ഇതങ്ങനെ അങ്ങ് വെക്കാം. ഇവിടെ നമുക്ക് ഈ ബ്ലോക്ക് അങ്ങ് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ഇത് പൊട്ടിച്ചെല്ലാം കഴിഞ്ഞ്. കം ഹിയർ. ഇതെടുത്തിട്ട് അപ്പം തന്നെ കൊണ്ടാക്കണം. അയ്യോ കാര്യമില്ല.
എന്തൊരു ചെയ്യാനെന്ന് നോക്കണേ. ആ ആവൂ, നമുക്ക് ഈ പ്ലേസ് അങ്ങ് അടച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ ഇത് നല്ല ക്ലീൻ ആയിരിക്കുന്നുണ്ട്. നമുക്കിതിലെ ഡീറ്റെയിലിങ് ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ള പോലെ പണിഞ്ഞാൽ മതി. പക്ഷെ ഇനി അയൺകോല ചാവണം, അതിനുള്ള വഴിയാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോണത്. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടൊക്കെ സൈൻ വെച്ചിട്ട് ഈ ഭാഗത്ത് ഫുള്ള് ലാവ് ഒഴിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മളത് മൊത്തം റീലോഡ് ചെയ്യണം, അല്ല റീബിൽഡ് ചെയ്യണം. ഓക്കെ, നമുക്കങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട്, ഈ സൈൻ ബോർഡ്. നമ്മളെവിടെ ഏത് ലെവലിൽ വെക്കണമെന്ന് നിങ്ങൾ ശരിക്കും നോക്കിക്കോ. നമ്മൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഈ ഭാഗത്ത് വെക്കണം. ഇതിപ്പം നിങ്ങൾക്കല്ലേ ആവശ്യം വരില്ല, കാരണം ഇത് ലീവ് ഡ്രോപ്പ് ഒപ്പിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ആവശ്യം വരുള്ളൂ, ഇങ്ങനത്തെ അയൺ ഫാം. ഇത് എത്ര എഫിഷ്യൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ 1000 എണ്ണം വെച്ചിട്ട് കിട്ടും, അത്രയും എഫിഷ്യൻറ്റ്. 2 ഓക്കെ, ഇനി ഇവിടെ വെക്കാനത്തില്ല, ഇത് വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നെറ്റ് പോയതാണ്. അതെൻ്റെ ഉടല് തവളയൊക്കെ ഞാൻ ഓൾറെഡി കണ്ടതാ. അത് ശരി, അതിനെ കൊല്ലാൻ പോണു. സൈനം തിങ്ങിയിരിക്കട്. ഇതിങ്ങനല്ല ഇരിക്കണ്ട്, നമ്മൾ കറക്റ്റായിട്ട് വെച്ച പോലെ തന്നെ ഇരിക്കുക. ഇനിയാണ് ഏറ്റവും വലിയ ഇത്, ഈ ഒരു ഭാഗം കടച്ചോ മോനെ. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ ലാവ് ഒഴിക്കണം, അതാണ് ഏറ്റവും വലിയ പണി. ഒരു മിനിറ്റ്, ഇവിടെ 2 സൈൻ ബോർഡ് വെക്കണം, ഇല്ലെങ്കിൽ പണി നമുക്കിട്ട് കിട്ടും. ഇത് അയൺകോല ആയതുകൊണ്ട് ഇങ്ങനെ വന്ന് ചത്തോളും, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. അയൺകോല ആയതുകൊണ്ട് എന്തായാലും ചാവാണ്ടിരിക്കൂല ഗൈസ്. രാത്രിയായ നമ്മൾ പണിഞ്ഞടിഞ്ഞൊരു ദിവസം മൊത്തം പോയി തോന്നുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, എൻ്റെ കുറേ ഡോട്ടുണ്ട്, 4-5 എണ്ണം ഉണ്ട്. അല്ലല്ലേ, ഇനി ലാവ ബക്കറ്റ്. അയ്യോ, ഞാൻ ഓർമ്മ എടുത്തോളൂ. ലാവ ബക്കറ്റ് ഈ അറ്റത്തങ്ങ് വയ്ക്കണം. ഹോപ്പ് ദിസ് വിൽ വർക്ക്. നമുക്ക് അടിയിൽ പോയി നോക്കാം. ഓക്കെ, ഈ ഭാഗം വരുന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ അറ്റത്തുനിന്ന് ഒഴിച്ചിട്ട് 2 ഭാഗത്ത് വെക്കണം. അതിന് നമ്മൾ ഒന്നും കൂടി പോകണം അങ്ങോട്ട്. ചെയ്തോണ്ട് ശരിയല്ല, അവൻ വല്ല ടീവൻ്റെ അടുത്തൊന്നും വരും. നമ്മൾ നേരെ അങ്ങ് പോവാം. നീ ഇങ്ങനെ നടന്നു, നിന്നെ വെച്ച് ഞാൻ ഒരു ഫാം വരെ ഉണ്ടാക്കി. ധൈര്യം ഉണ്ടെങ്കിൽ കാണാമെന്ന് വേണമെങ്കിൽ. നിന്നെ വെച്ചിട്ടില്ല, അയൺകോളത്തിന് വെച്ച്. ഇവൻ്റെ സ്പോണൊക്കെ വെച്ചിട്ടാണ് കേസ് നമ്മൾ ഫാം ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഫാം കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവണമെങ്കിൽ ഉള്ളിൽ ഞാൻ കുറേ ടോർച്ച് ഇട്ടിട്ടുണ്ട് വെളിച്ചത്തിന്, അതൊക്കെ പിടിച്ചോളയണം. എനിക്കിപ്പോൾ അയണിൻ്റെ വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര എഫിഷ്യൻറ്റിൻ്റെയും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ആ ടോർച്ചൊന്നും പിടിച്ച് കളയുന്നില്ല. ഈ അയൺ എന്തിനാണെന്നറിയോ? ഈ അയൺ ഫാം ഞാൻ അതിലുണ്ടാക്കിയ മറ്റേ ലെറ്റ്സ് പ്ലേ വേൾഡിലുണ്ടാക്കിയ പോലത്തെ ഒരു ഫാക്ടറി ഐലൻഡ് ഇതിലുണ്ടാക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഫാക്ടറി ഐലൻഡ് പോലത്തെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കും. അതൊരു സസ്പെൻസ് സാധനമാണ്. ലാവ് അങ്ങോട്ടേക്ക് മാത്രമേ പോവൂ. അതങ്ങോട്ടേക്ക് മാത്രമേ പോവൂ. ഇനി വേറെ വഴിയുണ്ട്. പോലാവേ പോ. ചേട്ടാ, ഇനി നമുക്ക് ലാവ വേണം. ഇപ്പൊ ഇത് അവസാനത്തെ ലാവയാണ്. ഇനി പോണെങ്കിൽ ഞാൻ ആ ഔട്ട് പോസ്റ്റ് അല്ല, വേറൊരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ലാവയുടെ ഇതുണ്ട്, ലാവ പൂളുണ്ട്, അങ്ങോട്ട് പോകേണ്ടി വരും. ഈ മൂലക്ക് എന്താണ് ലാവ വരാത്തത്? നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ലാവ എടുത്ത് ഇവിടെ വെച്ചാലും. ഓക്കെ, ഇപ്പം സെറ്റായി. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. ഇനി ഇനി കഴിഞ്ഞിട്ടില്ല ഗൈസ്, കഴിഞ്ഞിട്ടില്ല. നമുക്കൊന്ന് പില്ലർ ചെയ്ത് പോകണം. ഇവിടുന്നേ പില്ലർ ചെയ്യണം, എന്നാലേ അവിടേക്ക് എത്തൂ. നമുക്കിവിടെ നിന്ന് പില്ലർ ചെയ്ത് തുടങ്ങാം.
ഇല്ലടാ അതൊക്കെ ഞാൻ പൊട്ടിച്ചളഞ്ഞു. എക്സ്ക്യൂസ് മീ, സ്മൈറ്റ് ഉണ്ടായില്ലേ? സ്മൈറ്റ് ഉണ്ടെങ്കിൽ ഷാർപ്പ്നെസ് ഉണ്ടാവില്ല. രണ്ടുമില്ല. നമുക്കാദ്യം ഇവിടെ അടക്കണം. ഇവിടെ അടച്ചില്ലെങ്കിൽ പണിയാണ്. ഇവിടെ അടക്കാനുള്ള ഇതെൻ്റെ ഇല്ല എന്ന് തോന്നുന്നു. ഓനോ ഇതടക്കാൻ കഴിയൂല. നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. ഡെക്കറേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. നമ്മൾ സമയമാകുമ്പോഴേ ചെയ്യും. എൻകോലം വന്ന് പുറത്ത് ചാടാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. എന്തായാലും പുറത്താടാൻ പറ്റൂല. നമുക്കാദ്യം ഇങ്ങോട്ടേക്കൊന്ന് പോകാം. നമുക്ക് പില്ലർ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മളിതാ വെക്കാൻ പോവാണ്. 3, 2, 1 വെച്ചു. എല്ലാ അയൺകോലത്തെ എസ്കേപ്പ് ആവുന്നുണ്ട്. അത് നമുക്ക് കാര്യമാക്കണ്ട. ഒരുപാട് അയൺകോലം എസ്കേപ്പ് ആവുന്നുണ്ടല്ലോ. ഇവര് നമ്മൾ അടിക്കൂലേ? അടിക്കും. ചാവടാ നീയൊക്കെ. നമുക്ക് കുറച്ച് എക്സ്പി കിട്ടാൻ ഇവർ സഹായിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അയൺ ഫാം ഒന്നും കൂടി റീബിൽഡ് ചെയ്യേണ്ടി വരും. അടാ നിൻ്റെ ഒക്കെ പോപ്പി. ഓ ഗൈസ്, ഇപ്പൊ തന്നെ എത്ര പോലെയാണ് നോക്ക്. ഇപ്പൊ തന്നെ 16 കണ്ട. ഞാനിത് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. വെച്ചപ്പോഴേക്കോ എത്ര എഫിഷ്യൻ്റായി. സാധാ മൈൻക്രാഫ്റ്റിൽ പറ്റുമോ ഗൈസ് ഇങ്ങനത്തെ മോഡഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഗൈസ് നമ്മളങ്ങനെ അയൺ ഫാം മൊത്തം ഫിക്സ് ചെയ്ത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.